1975 ഒരു ജൂൺ രാത്രി ന്യൂഡൽഹിയിലെ തെരുവുകൾ നിശബ്ദമാണ്. സഫ്തർഗഞ്ച് റോഡിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു യുവതിയുടെ നിഴൽ ജനാലയിൽ തെളിഞ്ഞു. ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ അയൺ ലേഡി, രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിന്റെ വക്കിൽ നിൽക്കുന്നു. ആ രാത്രി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം രചിക്കപ്പെടാൻ പോവുകയാണ്. അടിയന്തരാവസ്ഥ. എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ എന്തായിരുന്നു ഈ നിഗൂഢതകൾക്ക് പിന്നിലെ സത്യം? 1975 ജൂൺ 25 ഇന്ത്യ ഉറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ ഭൂകമ്പം രാജ്യത്തെ തകർത്തു. അർദ്ധരാത്രി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 ചുവട് പിടിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രം ഒറ്റ രാത്രി കൊണ്ട് ഒരു അടിയന്തര ഭരണത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് കടന്നു. എന്താണ് ആ തീരുമാനത്തിന് പിന്നിലെ രഹസ്യം? എന്തിനായിരുന്നു ഈ മാസ്റ്റർ പ്ലാൻ? അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ നെടുംതൂണുകളെ ഇളക്കി. 1971 തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള അവരുടെ വിജയം ക്രമക്കേടുകൾ ആരോപിച്ച് രാജ് നാരായൺ വെല്ലുവിളിച്ചു. 1975 ജൂൺ 12 കോടതി ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഈ വിധി ഇന്ദിരയുടെ അധികാരത്തിന്റെ അടിത്തറയെ തകർത്തു. എന്നാൽ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവരുടെ മനസ്സിൽ ഒരു പദ്ധതി രൂപപ്പെട്ടു. ഒരു അപകടകരമായ എന്നാൽ തന്ത്രപരമായ പദ്ധതി. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഒരു വ്യക്തിപരമായ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നോ, അതോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അനിവാര്യ നടപടിയോ? അടിയന്തരാവസ്ഥയുടെ ആദ്യ മണിക്കൂറിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശബ്ദങ്ങൾ നിശബ്ദമായി. പ്രതിപക്ഷ നേതാക്കൾ ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മാധ്യമങ്ങൾക്ക് മേൽ കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എല്ലാം ഗവൺമെന്റിന്റെ കൈപ്പിടിയിൽ. ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ചില മാധ്യമങ്ങൾ പോലും ബ്ലാങ്ക് ആയിട്ടുള്ള പത്രങ്ങൾ പുറത്തിറക്കി പ്രതിഷേധിച്ചു. പക്ഷേ അവർക്കും ഒരു വില നൽകേണ്ടി വന്നു. ജനങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കപ്പെട്ടു. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗൂഢതന്ത്രത്തിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മാസ്റ്റർ പ്ലാനിന്റെ ഇരുണ്ട വർഷങ്ങളുടെ കാലം പറഞ്ഞ കഥകളാണ്. വർഷം 1971 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കിലായിരുന്നു. അതായത് 1975 അടിയന്തരാവസ്ഥയ്ക്ക് 4 വർഷം മുൻപാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഗരീബി ഹട്ടാവോ, അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തി. ഈ മുദ്രാവാക്യം രാജ്യത്തെ ദരിദ്രരായ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തി. ഇന്ദിരാഗാന്ധി ദാരിദ്ര്യം തുടച്ചു നീക്കുകയും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ധനിക ദരിദ്ര വിടവ് ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. ദരിദ്രർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അവർ ഉറപ്പു നൽകി. അതേസമയം മധ്യവർഗത്തിന് ശക്തവും സ്ഥിരതയുമായ ഒരു ഭരണ വാഗ്ദാനം ചെയ്ത ഇന്ദിര അവരുടെ സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 518 സീറ്റുകളിൽ 352 കോൺഗ്രസ് വിജയം നേടി. ഇത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ശക്തിയുടെ ഉച്ചസ്ഥായിയെ അടയാളപ്പെടുത്തി. കോൺഗ്രസിനുള്ളിൽ അവരുടെ പ്രതിച്ഛായ ഉയർന്നു. ജനങ്ങൾക്കിടയിൽ അവർ ഒരു ദൈവിക പ്രതിച്ഛായയായി മാറി. 1971 അവസാനത്തിൽ ബംഗ്ലാദേശിന്റെ വിമോചനത്തിനായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി തോൽപ്പിച്ചു. ഈ വിജയം ഇന്ത്യയെ ഒരു ശത്രു രാജ്യത്തെ തോൽപ്പിക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ ശക്തിയായി സ്ഥാപിക്കുകയും ചെയ്തു. ഈ വിജയം ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായയെ കൂടുതൽ ഉയർത്തി. ജനങ്ങൾ അവരെ ആധുനിക ദുർഗയുടെയും ശക്തിയുടെയും അവതാരമായി കാണാൻ തുടങ്ങി. 1972 മാർച്ചിൽ ഉത്തർപ്രദേശ്, തമിഴ്നാട്, കേരളം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ശക്തമായ ഭൂരിപക്ഷം നേടി. ഇതോടെ കോൺഗ്രസ് പാർട്ടി, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ എന്നിവ മൂന്നും ഇന്ദിരാഗാന്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. വലിയ വാഗ്ദാനങ്ങളോടെ അധികാരത്തിലെത്തിയ ഇന്ദിര സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ നിരവധി പദ്ധതികൾ ആരംഭിച്ചു.
ദരിദ്രർക്ക് തൊഴിലവസരങ്ങൾ നൽകി. ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. ചെറുകിട കർഷകർക്ക് വായ്പകളും സബ്സിഡികളും നൽകി. സ്വകാര്യ ബാങ്കുകളെ നാഷണലൈസ് ആക്കി. ഗ്രാമീണ മേഖലകളിലും ചെറു പട്ടണങ്ങളിലും ബാങ്ക് ശാഖകൾ തുറന്നു. ചെറുകിട വ്യവസായങ്ങൾക്കും കർഷകർക്കും എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ പദ്ധതികൾ കേൾക്കാൻ മനോഹരമായിരുന്നെങ്കിലും യാഥാർത്ഥ്യം നിരാശാജനകമായിരുന്നു. ഗ്രാമീണ നഗര ദാരിദ്ര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ദരിദ്രരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെട്ടില്ല. മധ്യവർഗത്തിന്റെ പ്രതീക്ഷകളും തകർന്നു. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വെറും പ്രചാരണ വാചകം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ പരാജയത്തിന് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ഭരണ പരാജയത്തെക്കാൾ പ്രകൃതി ദുരന്തങ്ങളും ആഗോള സാഹചര്യങ്ങളും കാരണമായി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഇന്ത്യയുടെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഒപ്പം 1 കോടിയിലധികം ബംഗ്ലാദേശി അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി. അവർക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകേണ്ടതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യ സാമ്പത്തിക വിഭവങ്ങൾ സൂക്ഷിച്ചു വന്നു. 1972-73 വർഷങ്ങളിൽ വരൾച്ചയുടെ വർഷങ്ങളായിരുന്നു. കൃഷി ഉൽപാദനം പൂർണ്ണമായി തകർന്നു. ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടും വൻ ക്ഷാമം നേരിട്ടു. ഇതിന്റെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചു. ദരിദ്രർക്കും മധ്യവർഗത്തിനും ഭാരം വർദ്ധിച്ചു. ഈ സാഹചര്യം മുതലെടുത്ത് ചില വ്യാപാരികൾ കരിഞ്ചന്തയും സംഭരണവും ആരംഭിച്ചു. ഇത് ഭക്ഷ്യക്ഷാമത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. 1973 ഒക്ടോബറിൽ ഓയിൽ ഷോക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മറ്റൊരു തിരിച്ചടിയായി. എണ്ണ ഉൽപാദന രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപാദനം കുറച്ചു. ഇതിന്റെ ഫലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളും വളങ്ങളും വില കൂടി. ഗതാഗത ചെലവ് വർദ്ധിച്ചു. കാർഷിക ഉൽപാദനം കുറഞ്ഞു. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചു. വിദേശ നാണ്യ ശേഖരം വേഗത്തിൽ കുറഞ്ഞു. സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങി. 1974 പണപ്പെരുപ്പം 30% ഉയർന്നു. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു. അഴിമതി തലനാരിഴ കീറി വർദ്ധിച്ചു. ചെറിയ ജോലികൾ പോലും പൂർത്തിയാക്കാൻ ജനങ്ങൾക്ക് കൈക്കൂലി നൽകേണ്ടി വന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരുന്നതിന് അഴിമതിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയുടെയും പേര് അഴിമതി ആരോപണങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. 1971 18 അപേക്ഷകൾക്കിടയിൽ നിന്ന് സഞ്ജയ് ഗാന്ധിയുടെ മാരുതി എന്ന കമ്പനിക്ക് മാത്രമാണ് 50,000 താങ്ങാവുന്ന വിലയുള്ള കാറുകൾ വർഷം തോറും നിർമ്മിക്കാൻ ലൈസൻസ് ലഭിച്ചത്. ഈ ലൈസൻസ് നൽകലിൽ നിയമലംഘനങ്ങൾ നടന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നു. ഫാക്ടറി നിർമ്മാണത്തിലും ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടു. ഈ വിഷയം മാധ്യമങ്ങളും പ്രതിപക്ഷവും ശക്തമായി ഉയർത്തിക്കാട്ടി. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി. 1972 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വ്യാപകമായ തൊഴിൽ അസ്വസ്ഥതകൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്നിവ നടന്നു. 1974 മെയ്യിൽ 17 ലക്ഷം തൊഴിലാളികൾ പങ്കെടുത്ത ഒരു വൻ റെയിൽവേ സമരം നടന്നു. മെച്ചപ്പെട്ട ശമ്പളവും തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് 22 ദിവസം നീണ്ട ഈ സമരം ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജയിലിലടയ്ക്കപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലപ്പോഴും പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, സൈന്യം എന്നിവ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ ജനപ്രീതി ഇതോടെ ഗണ്യമായി കുറഞ്ഞു. 1973 ഗുജറാത്തിൽ സാഹചര്യം അതീവ ഗുരുതരമായിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ, എണ്ണ തുടങ്ങിയവയുടെ വില ഒരു വർഷത്തിനുള്ളിൽ 100% വർദ്ധിച്ചു. ഡിസംബറിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മെസ് ഫീസ് 40% വർദ്ധിച്ചു. ഇതിനെതിരെ ഗുജറാത്തിലെ LD എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നവ് നിർമ്മാൺ ആന്തോളൻ എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിച്ചു. കോളേജ് ക്യാൻറ്റീൻ കത്തിച്ചു. ഈ പ്രക്ഷോഭം ഗുജറാത്തിലെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചു. പ്രക്ഷോഭം അക്രമാസക്തമായി. കല്ലേറ്, കൊള്ള, പൊതു സ്വകാര്യ സ്വത്തുക്കൾ കത്തിക്കൽ എന്നിവ നടന്നു. ഹോസ്റ്റൽ ഫീസ് വർധനവിൽ തുടങ്ങിയ പ്രക്ഷോഭം പണപ്പെരുപ്പവും അഴിമതിയും ഉയർത്തിക്കാട്ടി. ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ രാജി ആവശ്യപ്പെടുന്നതിലേക്ക് വളർന്നു. നിരവധി കോൺഗ്രസ് MLA-മാർ ഭീഷണിയുടെ മുഖത്ത് രാജിവെച്ചു. അവരുടെ വീടുകൾ വളഞ്ഞു, വാഹനങ്ങൾ തകർത്തു. ചില നേതാക്കളെ പരസ്യമായി മർദ്ദിച്ചു. ഒരു കോൺഗ്രസ് നേതാവിനെ വസ്ത്രമില്ലാതെ ഗ്രാമങ്ങളിലൂടെ നിർബന്ധിച്ചു നടത്തി. ഏകദേശം 40 MLA-മാർ രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് മൊറാർജി ദേശായി ഈ പ്രക്ഷോഭത്തിൽ സജീവമായി. 1974 മാർച്ച് 11 മൊറാർജി ദേശായി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഫലമായി ഇന്ദിരാഗാന്ധി ഗുജറാത്ത് നിയമസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ പ്രക്ഷോഭത്തിൽ 100-ലധികം പേർ മരിക്കുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 8000-ലധികം പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലെ പ്രക്ഷോഭം വിജയകരമായതുകൊണ്ട് തന്നെ 1974 മാർച്ചിൽ ബീഹാറിൽ സമാനമായ ഒരു പ്രക്ഷോഭം ഉയർന്നു. ഗുജറാത്തിനെ അപേക്ഷിച്ച് ബീഹാർ സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു. അഴിമതി, ജാതിവാദം, ബന്ധുപക്ഷപാതം എന്നിവ വ്യാപകമായിരുന്നു അവിടെ. വിദ്യാർത്ഥികൾ ആരംഭിച്ച ഈ പ്രക്ഷോഭം അക്രമാസക്തമായി. നിയമസഭ വളഞ്ഞു. റിയോട്ടുകൾ നടന്നു. പ്രക്ഷോഭം ബീഹാറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു.
1974 ഏപ്രിലിൽ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും നേതാവുമായ ജയപ്രകാശ് നാരായണൻ ഈ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇതോടെ ഈ പ്രക്ഷോഭം JP പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. JP സമ്പൂർണ്ണ ക്രാന്തി, അതായത് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസം, അഴിമതി, ജനാധിപത്യം എന്നിവയിൽ വിപ്ലവം കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ JP സമാധാനപരമായ പ്രക്ഷോഭം ആവശ്യപ്പെട്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇത് അക്രമാസക്തമായി മാറി. പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ വിപ്ലവത്തിൽ നിന്ന് ബീഹാറിലെ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കലിലേക്ക് ചെന്നെത്തി. ഇന്ദിരാഗാന്ധി ബീഹാർ സർക്കാർ പിരിച്ചുവിടാൻ തയ്യാറായില്ല. ഗുജറാത്തിൽ ചെയ്തതുപോലെ ബീഹാർ സർക്കാരും പിരിച്ചുവിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ ആവശ്യങ്ങൾ ഉയരുമെന്ന് അവർ ഭയപ്പെട്ടു. ഇത് കേന്ദ്ര സർക്കാരിന്റെ പിരിച്ചുവിടലിലേക്ക് നീങ്ങുമെന്നും അവർ മനസ്സിലാക്കി. JP ഈ സാഹചര്യം തിരിച്ചറിഞ്ഞു. അതിനാൽ അദ്ദേഹം JP പ്രസ്ഥാനം ബീഹാറിന് പുറത്ത് ദേശവ്യാപകമായി ഒരു പ്രക്ഷോഭമാക്കി മാറ്റാൻ തീരുമാനിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് ജനങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിലും ഹിന്ദി സംസാരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ മാത്രമാണ് ഈ പ്രസ്ഥാനം ശക്തമായത്. 1974 അവസാനത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി. ബീഹാറിൽ JP പ്രസ്ഥാനത്തിന്റെ തീവ്രത കുറഞ്ഞു വന്നു. JPയുടെ അനുയായികൾ ഇന്ദിരാഗാന്ധിയുമായി ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. 1974 ഇന്ദിരാഗാന്ധിയും JPയും തമ്മിൽ ഒരു നേർക്കുനേർ കൂടിക്കാഴ്ച നടന്നു. JP തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ബീഹാർ സർക്കാർ പിരിച്ചുവിടുക, JP പ്രസ്ഥാനം ബീഹാറിന് പുറത്തേക്ക് വ്യാപിക്കില്ലെന്ന് ഉറപ്പു നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി ഈ ആവശ്യം നിരസിച്ചു. ഈ കൂടിക്കാഴ്ച പരാജയമായി. ഇരുവർക്കിടയിലും വിടവ് വർദ്ധിച്ചു. ഇന്ദിര JP പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി കണ്ടു. അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, JP പ്രസ്ഥാനം ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് സർക്കാർ താഴെയിറക്കാൻ ശ്രമിക്കുകയാണെന്ന്. 1976 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ വെല്ലുവിളിക്കാൻ JPയോട് ആവശ്യപ്പെട്ടു. JP ഈ വെല്ലുവിളി സ്വീകരിച്ചു. ഇതിനുശേഷം JP പ്രസ്ഥാനം ഒരു നിർണായക വഴിത്തിരിവിലെത്തി. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് ഒരു ഗ്രാൻഡ് അലയൻസ് രൂപീകരിക്കുക. 1976 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. JP രാജ്യമെമ്പാടും സഞ്ചരിച്ച് കോൺഗ്രസിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ പ്രസ്ഥാനം ഹിന്ദി സംസാരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ മാത്രമാണ് ശക്തമായത്. 1975 മധ്യത്തോടെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കുറഞ്ഞു. തിരഞ്ഞെടുപ്പുകൾ 6-8 മാസത്തിനുള്ളിൽ നടക്കുമെന്നും ജനാധിപത്യപരമായ ഒരു പരിഹാരം ലഭിക്കുമെന്നും ഇരുപക്ഷവും സമ്മതിച്ചു. 1975 ജൂൺ 12 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായി. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയോട് അലഹബാദ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട രാജ് നാരായൺ ഇന്ദിരാഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അലഹബാദ് ഹൈക്കോടതി കോഴ, അമിത തെരഞ്ഞെടുപ്പ് ചെലവ്, മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ തള്ളി. എന്നാൽ 2 നിസ്സാര കുറ്റങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ ശിക്ഷിച്ചു. ഒന്ന്, നിയമവിരുദ്ധമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സേവനം. യശ്പാൽ കപൂർ എന്ന ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് രാജിവെച്ചെങ്കിലും അത് രാഷ്ട്രപതി അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിനെ ഇലക്ഷന് വേണ്ടി നിയമവിരുദ്ധമായി ഉപയോഗിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പ്രസംഗവേദി തയ്യാറാക്കൽ, ഇന്ദിരയുടെ പ്രസംഗങ്ങൾക്കായി വേദിയും വൈദ്യുതിയും ഒരുക്കാൻ പോലീസിനെ ഉപയോഗിച്ചു. സാധാരണയായി ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലീസുകാരെ തന്നെ ഉപയോഗിക്കുന്നത് പതിവായിരുന്നു. അതിന് കാരണം സെക്യൂരിറ്റി റീസൺസ് ആയിരുന്നു. ഈ 2 കുറ്റങ്ങളും നിസ്സാരമായിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഇത്തരം സൗകര്യങ്ങൾ സാധാരണമായിരുന്നു. എന്നിട്ടും കോടതി വിധി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. ഇതിന്റെ ഫലമായി അവർക്ക് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഔദ്യോഗിക പദവികൾ വഹിക്കാനോ കഴിയില്ലായിരുന്നു. ഇത് ഒരു പ്രധാനമന്ത്രി പദവി ഒഴിയേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. എന്നാൽ ഇന്ദിരയ്ക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ അനുവാദം ലഭിച്ചു. 20 ദിവസത്തേക്ക് കോടതി വിധി സ്റ്റേ ചെയ്തു. കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റിക്ക് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സമയം നൽകി. അലഹബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആദ്യ പ്രതികരണം രാജിവെക്കലായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ സഹപ്രവർത്തകരും നിയമവിദഗ്ധരും ആരോപണങ്ങൾ ദുർബലമാണെന്നും സുപ്രീം കോടതി വിധി മറ്റൊന്നാകാമെന്നും ഉപദേശിച്ചു. സഞ്ജയ് ഗാന്ധിയും രാജി വേണ്ടെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തി. അതിനാൽ ഇന്ദിര സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞില്ല. ജൂൺ 12 തന്നെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഫ്രണ്ട് കോൺഗ്രസിനെ ചെറിയ മാർജിനിൽ പരാജയപ്പെടുത്തി. അലഹബാദ് ഹൈക്കോടതി വിധിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവും തണുത്തുപോയ JP പ്രസ്ഥാനത്തിന് പുതിയ ഊർജം നൽകി. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് ഒരു വൻ പ്രക്ഷോഭം ആസൂത്രണം ചെയ്തു. ജനസംഘ്, BLDS, SSP തുടങ്ങിയ പാർട്ടികൾ ഒന്നിച്ചു. JPയുടെ നേതൃത്വത്തിൽ 1975 ജൂൺ 29 മുതൽ ഒരാഴ്ചത്തെ സിവിൽ ഡിസോബീഡിയൻസ് പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1975 ജൂൺ 25 ദില്ലിയിൽ JP, മൊറാർജി ദേശായി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഒരു വൻ റാലി നടത്തി. ജൂൺ 29 മുതൽ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട്
നിയമം ലംഘിക്കൽ, റെയിൽവേ, കോടതികൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ തടസ്സപ്പെടുത്തൽ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം എന്നിവ ആസൂത്രണം ചെയ്തു. JP റാലിയിൽ ഇന്ദിരാഗാന്ധിക്ക് 4 ദിവസത്തെ സമയപരിധി നൽകി. രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ജനങ്ങളോട് സർക്കാരിനെ അംഗീകരിക്കാതിരിക്കാനും നികുതി അടയ്ക്കാതിരിക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരോടും പോലീസിനോടും സൈന്യത്തോടും സർക്കാർ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കാനും ആവശ്യപ്പെട്ടു. ഈ പ്രസംഗവും പ്രതിപക്ഷത്തിന്റെ ആസൂത്രിത പ്രക്ഷോഭവും ഇന്ദിരാഗാന്ധിയെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കി. തന്റെ വസതി വളയപ്പെടുമെന്നും സർക്കാർ വിഘടനവാദികളാലും പോലീസും സൈന്യവും തള്ളിപ്പറയപ്പെടുമെന്നും അവർ ഭയപ്പെട്ടു. അതിനാൽ 1975 ജൂൺ 25-ന് ഇന്ത്യൻ ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരം ഇന്ദിരാഗാന്ധി ആന്തരിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അതായത് നാഷണൽ എമർജൻസി. ജൂൺ 26-ന് രാവിലെ JP മൊറാർജി ദേശായി, ചരൺ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ലാലു യാദവ്, അരുൺ ജെയ്റ്റ്ലി, നിതീഷ് കുമാർ തുടങ്ങിയ വിദ്യാർത്ഥി നേതാക്കളും അറസ്റ്റിലായി. നരേന്ദ്രമോദി, സുബ്രഹ്മണ്യൻ സ്വാമി തുടങ്ങിയവർ ഒളിവിൽ പോയി. വേഷപ്രശ്നത്തിൽ പ്രവർത്തനം തുടർന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം 1.10 ലക്ഷം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികൾക്ക് പുറമെ കള്ളക്കടത്തുകാർ, കരിഞ്ചന്തക്കാർ, ഗുണ്ടകൾ എന്നിവരും ജയിലിലായി. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. മാധ്യമങ്ങൾക്ക് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ വിലക്ക് ഏർപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പും ഏർപ്പെടുത്തി. സർക്കാരിനെതിരായ വാർത്തകൾ, പാർലമെന്റ്, കോടതി നടപടികൾ എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. സർക്കാരിനെ പുകഴ്ത്തുന്ന പത്രങ്ങൾക്ക് പരസ്യങ്ങൾ നൽകി. എതിർത്തവർക്ക്, അതായത് ദി സ്റ്റേറ്റ്സ്മാൻ, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങൾക്ക് ഭീഷണികളും വൈദ്യുതി വിച്ഛേദനങ്ങളും നേരിടേണ്ടി വന്നു. പാർലമെന്റ് ഒരു റബ്ബർ സ്റ്റാമ്പായി മാറി. ചോദ്യോത്തരവേള നിർത്തലാക്കി. പ്രതിപക്ഷ പ്രസംഗങ്ങൾ സെൻസർ ചെയ്തു. മാത്രമല്ല ഭരണഘടനയിലും ഭേദഗതികൾ നടപ്പിലാക്കി. 1975 ജൂലൈയിൽ 38-ാം ഭേദഗതി അടിയന്തരാവസ്ഥയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിഷ്കർഷിച്ചു. 1975 ഓഗസ്റ്റിൽ 39-ാം ഭേദഗതി പ്രധാനമന്ത്രി, സ്പീക്കർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. 1976 നവംബറിൽ ജനാധിപത്യത്തിന്റെ അടിത്തറ തകർത്ത 42-ാം ഭേദഗതി ജുഡീഷ്യറിയുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചു. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ അനുമതി നൽകി. അങ്ങനെ ഭേദഗതികൾ ഒരുപാട് സംഭവിച്ചു. ജുഡീഷ്യറി ഒരു കോമാളിയായി നോക്കി നിന്നു. കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയാണ് കഥ മാറാൻ തുടങ്ങുന്നത്. അടിയന്തരാവസ്ഥയോടെ ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ സ്വാധീനം വർദ്ധിച്ചു. ഔദ്യോഗിക പദവി ഇല്ലായിരുന്നിട്ടും അയാൾ സർക്കാർ തീരുമാനങ്ങളിൽ ഇടപെട്ടു. ജനസംഖ്യ വർധന നിയന്ത്രിക്കാൻ സഞ്ജയ് ഗാന്ധി ഒരു വന്ധ്യംകരണ പദ്ധതി, അതായത് ജനസംഖ്യ കൂടാതെ ഇരിക്കാൻ ബർത്ത് കൺട്രോൾ പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും ടാർഗറ്റുകൾ നൽകി. സർക്കാർ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അധ്യാപകർ എന്നിവർക്ക് വന്ധ്യംകരണ കോട്ട നിറവേറ്റേണ്ടി വന്നു. ടാർഗറ്റ് പാലിക്കാത്തവർക്ക് ശിക്ഷ, ജോലി നഷ്ടം എന്നിവ നേരിടേണ്ടിയും വന്നു. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകളെ ബലമായി അവരുടെ പുനരുൽപാദന ശേഷി ഇല്ലാതെയാക്കി. പല ക്ലിനിക്കുകളും അസുഖകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു. ഇത് അണുബാധകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മരണങ്ങൾ എന്നിവയ്ക്ക് കാരണമായി. ദി ടൈംസ് ഓഫ് ഇന്ത്യ 1976-ലെ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ പോലീസ് ബലം ഉപയോഗിച്ച് പുരുഷന്മാരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. 19 മാസത്തിനുള്ളിൽ ഏകദേശം 1 കോടി ആളുകളുടെ പുനരുൽപാദന ശേഷി ഇല്ലാതെയാക്കി. ദില്ലി, ബോംബെ, ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിലെ അനധികൃത സ്ലം ഏരിയകൾ പൊളിച്ചുമാറ്റി. താമസക്കാരെ നഗരത്തിന് പുറത്തേക്ക് കോളനികളിലേക്ക് മാറ്റി. എന്നാൽ ഈ കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലായിരുന്നു. ദില്ലിയിലെ തുർക്കുമാൻ ഗേറ്റിൽ സ്ലം പൊളിക്കലിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് ലാത്തി വീശി. 6 പേർ വെടിവെപ്പിൽ മരിച്ചു. അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ ജനങ്ങളുടെ പ്രതികരണം നിഷ്ക്രിയമായിരുന്നു. പലരും അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു. അല്ലെങ്കിലും അന്ധവിശ്വാസികളാണല്ലോ ഇന്ത്യയിൽ കൂടുതൽ. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് അനുഭവക്കുറവ്. ഇന്ത്യ മുമ്പ് ഒരിക്കലും അടിയന്തരാവസ്ഥ അനുഭവിച്ചിരുന്നില്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായതുമില്ല. 2, സെൻസർഷിപ്പ്. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 3, താൽക്കാലിക നടപടി. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ താൽക്കാലികമാണെന്ന് ആവർത്തിച്ചു. ജനങ്ങൾ ഇത് വിശ്വസിച്ചു. ഇതിലുണ്ടായ ആകെയുള്ള ഗുണം എന്ന് വെച്ചാൽ അഴിമതിക്കാർ ജയിലിലായി, ട്രെയിനുകൾ കൃത്യസമയത്തോടി, സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിയിൽ കൃത്യമായി ശ്രദ്ധിച്ചു വരാൻ തുടങ്ങി. എന്നാൽ 1976 ഏപ്രിലോടെ സഞ്ജയ് ഗാന്ധിയുടെ വന്ധ്യംകരണ, സ്ലം ക്ലിയറൻസ് പദ്ധതികൾ ജനരോക്ഷം വിതച്ചു. ജനങ്ങളുടെ പിന്തുണ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി. 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിട്ട് മാർച്ചിൽ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ഞെട്ടിക്കുന്നതായിരുന്നു. അടിയന്തരാവസ്ഥയിൽ ഇന്ദിര അധികാരം ആസ്വദിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാറ്റിവെച്ചിരുന്നു.
സഞ്ജയ് ഗാന്ധി തെരഞ്ഞെടുപ്പിനെ എതിർത്തിരുന്നു. ഇന്ദിരയുടെ ഈ തീരുമാനത്തിന് ചരിത്രകാരന്മാർക്ക് വ്യക്തമായ വിശദീകരണങ്ങളൊന്നുമില്ല. ചിലർ വാദിക്കുന്നത് ജനപിന്തുണ തന്റെ പക്ഷത്താണെന്ന് ഇന്ദിര വിശ്വസിച്ചിരിക്കാമെന്നാണ്. മറ്റു ചിലർ സഞ്ജയ് ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന അധികാരം അവരെ ആശങ്കപ്പെടുത്തിയിരിക്കാമെന്നും പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ അടിയന്തരാവസ്ഥ ലഘൂകരിച്ചു. രാഷ്ട്രീയ തടവുകാർ വിട്ടയക്കപ്പെട്ടു. JPയുടെ ആഹ്വാനപ്രകാരം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. 1977 മാർച്ച് 16 മുതൽ 20 വരെയുള്ള തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 153 സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങി. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. അവർ രാജിവെച്ചു. 1977 മാർച്ചിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട അധ്യായം അവസാനിച്ചു. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ദുർബലതകളും ശക്തിയും വെളിവാക്കി. JP പ്രസ്ഥാനം ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിച്ചു. അവർക്ക് 2 ജനാധിപത്യ മാർഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സുപ്രീം കോടതി വിധിക്കായി കാത്തിരിക്കുക. സുപ്രീം കോടതി ഇന്ത്യക്കെതിരെ വിധി പുറപ്പെടുവിച്ചാൽ അവർ രാജിവെക്കേണ്ടി വന്നേനെ. 2, തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക. 1976 തെരഞ്ഞെടുപ്പ് നടക്കാനിരുന്നു. ജനങ്ങൾ ഇന്ത്യക്ക് എതിരാണെങ്കിൽ അവർ പരാജയപ്പെടുമായിരുന്നു. മറുവശത്ത് ഇന്ദിരാഗാന്ധിയും ജനാധിപത്യ മാർഗം തിരഞ്ഞെടുക്കാമായിരുന്നു. പ്രക്ഷോഭം ശക്തമായപ്പോൾ ലോക്സഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തി. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യം എല്ലാ ഇന്ത്യക്കാർക്കും ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ജനങ്ങളുടേതാണ്. 1977 തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തി. ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ചരിത്രം ഇതിന്റെ വിലയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും പറ്റിയുള്ള ചില പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, രാമചന്ദ്ര ഗുഹ. 2007 ഇറങ്ങിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രവും അടിയന്തരാവസ്ഥയും വിശദമായി വിവരിക്കുന്ന ഈ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി എമർജൻസി, എ പേഴ്സണൽ ഹിസ്റ്ററി, ഭൂമി കപൂർ. 2015 ഇറങ്ങിയ ഈ പുസ്തകം അടിയന്തരാവസ്ഥയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇന്ദിര, ദി ലൈഫ് ഓഫ് ഇന്ദിര നെഹ്റു ഗാന്ധി, കാതറിൻ ഫ്രാങ്ക്. 2001 ഇറങ്ങിയ പുസ്തകം ഇന്ദിരയുടെ ജീവിതവും രാഷ്ട്രീയ തീരുമാനങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ്. എമർജൻസി റീടോൾഡ്, കുൽദീപ് നായർ. 2013 ഇറങ്ങിയ പുസ്തകം പ്രശസ്ത പത്രപ്രവർത്തകന്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിശദമായ വിവരണമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.